സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു. എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ. എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം. എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം. നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി കാത്തു നിൽപ്പു. എന്നിമയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. സാറാ, what do you mean? താൻ എന്താ ഉദ്ദേശിക്കുന്നേ? നൈസ്. അപ്പോ ഞാൻ ഈ കഥ പറഞ്ഞത് വെറുതെ ആയില്ലെന്ന് സാരം. താൻ എന്താ ഉദ്ദേശിക്കുന്നേ? what do you mean? ഇതിൻ്റെ അടി തന്നെ തൻ്റെ ശബ്ദം പതറിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു തൃശ്ശൂർ. തനിക്ക് എന്താന്ന് മനസ്സിലായെന്ന്. അപ്പം ഞാനിനി കൂടുതലൊന്നും ഇട്ട് വലിച്ചയക്കണ്ടല്ലോ അല്ലേ? എനിക്ക് പറയാനുള്ളത് പറയാമല്ലോ, ചോദിക്കാനുള്ളത് ചോദിക്കുകയും ചെയ്യാമല്ലോ. തനിക്കവിടെ വോയിസ് ഇല്ലയെന്ന് എനിക്കറിയാം. താനൊന്നും മിണ്ടാനും പോകുന്നില്ല എന്ന് എനിക്കറിയാം. ബിക്കോസ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എന്തായാലും ന്യായം കാണും. അതുകൊണ്ട് തന്നെ തൻ്റെ ശബ്ദം അന്നേരം നഷ്ടപ്പെടുമെന്നും എനിക്കറിയാം. ഒരേ ഒരു കാര്യം മാത്രമേ ഞാൻ ചോദിക്കത്തുള്ളൂ. അതിന് താൻ എനിക്ക് മറുപടി തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ചോദിക്കാനുള്ളതും എനിക്ക് പറയാനുള്ളതും പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്യും. ബിക്കോസ് എനിക്ക് മറുപടി കേൾക്കേണ്ട ആവശ്യമില്ല. എന്നായിരുന്നാലും ഇക്കാഷ് റായ്ചന്ദ് ചൗധരി എനിക്ക് തന്നെ ഉള്ളതാണ്. അത് മറ്റാർക്കും കിട്ടാനും പോകുന്നില്ല. അതിനി താൻ ഇന്ന് രാത്രി അവനോട് എന്നെക്കുറിച്ച് ചോദിച്ചാലോ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലോ ഒന്നും മാറാനും പോകുന്നില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് പറയാനുള്ളതും ചോദിക്കാനുള്ളതും ഇത്ര മാത്രം. എങ്ങനെ തോന്നി തൃശ്ശൂൽ? ഹൗ ഡെയർ യു എന്നിൽ നിന്നും എൻ്റെ ഫിയാൻസിയെ ഈ ഒരു രീതിയിൽ തട്ടിയെടുക്കാൻ ശ്രമിക്കാൻ? ഇതൊരു ശ്രമം മാത്രമാണല്ലോ. പിന്നെ പറയാനുള്ളത്, തട്ടിയെടുക്കാൻ ശ്രമിച്ചോ? കാരണം അത് റിയൽ ലൈഫിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ്. നിനക്ക് ശ്രമിക്കാം, അവസാനം വരെ ശ്രമിക്കാം. അപ്പുറം നിൽക്കുന്ന ആള് നിനക്കത് വിട്ടുതരില്ല എന്നുള്ള വിശ്വാസക്കേടുണ്ടെങ്കിൽ മാത്രം, അങ്ങനൊരു വിശ്വാസക്കേടുണ്ടെങ്കിൽ മാത്രം, വിശ്വാസമല്ല വിശ്വാസക്കേട്. അപ്പോൾ ബാക്കിട്ടെ, മറുപടി വേണ്ട തൃശ്ശൂർ.
തൃശു, തൃശു, നീ ഇത് ഏത് ലോകത്താ? ഞാൻ എത്ര നേരമായി നിന്നെ കിടന്ന് വിളിക്കുന്നു. നീ എന്താലോചിച്ചോണ്ടിരിക്കുവാ? ഇങ്ങനെ തേരുവിളക്ക് പോലെ നിൽക്കാതെ അവിടെ ഇരിക്കേ. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരട്ടെ. നീ കരഞ്ഞോ? എന്താ, എന്തു പറ്റി? നീ ഓക്കെ അല്ലേ? പനി വല്ലതും ഉണ്ടോ? എന്തു പറ്റിയിടാ? ഒന്നുമില്ല. അതങ്ങനെ അല്ലല്ലോ. ആ ഒന്നുമില്ലേ തന്നെ എന്തൊക്കെയോ ഉണ്ട്. എന്തുപറ്റി? വിടണ. ഡോൺ ഡെയർ ടു ടച്ച് മീ. എന്നെ തൊട്ടു പോരുത്. ഉറങ്ങ്, നന്നായിട്ട് കയറി കിടന്ന് ഉറങ്ങ്. ഗുഡ് നൈറ്റ്. ഇനി താൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് തൊട്ട് ഞാൻ ഗസ്റ്റ് റൂമിലാണ് കിടക്കുന്നത്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. വെറുതെ അങ്ങോട്ട് കയറി വന്നൊരു ഇഷ്യൂ ഉണ്ടാക്കരുത് പ്ലീസ്. ഈ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കും. എനിക്ക് മതിയായി, അതുകൊണ്ടാണ്. ഡാ തൃശു, ഇവനിതെന്താ പറ്റിയേ? ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഞാൻ ലേറ്റ് ആയതുകൊണ്ടാണോ? 12:30 ആയി. ഓ, അവ ആദ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇനി വെറുതെ അങ്ങോട്ട് ചെന്ന് അപ്പം ഉള്ളതാണ്. ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട. രാവിലെ അവനോട് സംസാരിക്കാം. സാറ, ഇറ്റ്സ് നോട്ട് ഫെയർ സാറ. ഇത് കുറച്ച് കൂടിപ്പോയി. നീ എന്നോട് എന്താ പറഞ്ഞേ? ചുമ്മാ അവനെ കളിപ്പിക്കാൻ വിളിക്കുമെന്നല്ലേ? എന്നിട്ട് ഇത് എന്തൊക്കെയാ പറഞ്ഞേ? അവളൊരു കഥയും ആനയും കളിപ്പാട്ടം തേങ്ങ കേട്ടോണ്ടിരുന്ന എനിക്ക് എന്നെ വിഷമായി. അപ്പൊ അവന് വിഷമായി കാണത്തില്ലേ? എന്റെ പൊന്നു ശ്രീകുട്ടി, ഞാൻ അപ്പോഴത്തെ ഫ്ലോയിൽ എന്തിരുന്ന് പറഞ്ഞതാ. ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇത്ര ഓവറാവും. പിന്നെ അവനെന്തിനു വിഷമാവുന്നേ? നീയല്ലേ പറഞ്ഞേ അവൻ ഭയങ്കര ബോൾഡാണ്, ബോട്ടാണ്, കോട്ടാണെന്നൊക്കെ. പിന്നെ അവൻ ഇതെടുക്കേണ്ട രീതിയിൽ മെച്ചൂർഡായിട്ട് എടുക്കത്തോളും. നീ ആവശ്യമില്ലാതെ ചിന്തിച്ച് ഇവിടെ നിന്ന് പ്രഷർ കേൾക്കണ്ട കേട്ടാ. ഇതേ സാറാ, നീ കളിക്കല്ലേ, വിട്ടേ. ഞാൻ ബോൾഡാന്നൊക്കെ പറഞ്ഞ ശരി തന്നെയാ എന്നും പറഞ്ഞു ഇത്രയ്ക്കൊന്നും താങ്ങാനുള്ള ബോൾഡ്നെസ് ഒന്നും അവനില്ല. ഇനി അവൻ എന്തൊക്കെ ചെയ്ത് കൂട്ടുമുണ്ടോ? പാവം എൻ്റെ തൃശു, അവന് വിഷമായി കാണും. ഞാൻ സാറോട് പറഞ്ഞതാ. വെറുതെ നിനക്ക് എന്തിന്റെ കേടാ സാറാ? നീ ഇങ്ങനെ നല്ലല്ലോ എന്നോട് പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് ഫെയർ. ഒരാളോട് പറയുന്ന കാര്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓ എന്റെ പൊന്നു ശ്രീകുട്ടി, 2 പ്രാവശ്യം നീ ഈ ഡയലോഗ് പറഞ്ഞപ്പോഴും ഞാൻ കേട്ടോണ്ട് നിന്നത് നീ ആയതുകൊണ്ടാണ്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ മോന്ത പിടിച്ച് ചെയ്ത് തറ കടച്ചേരാൻ. അവളോട് ഒരു ഇറ്റ്സ് നോട്ട് ഫെയർ, ഈ പുളിച്ച ഡയലോഗ് എനിക്ക് ലോകത്ത് ഇഷ്ടമല്ലാത്ത ഡയലോഗ്. അതുകൊണ്ട് നീ ഇത് മിണ്ടാതിരിക്കോ? എടി, ഞാൻ അപ്പൊ ഇത് ഫ്ലോയിലൊന്ന് പറഞ്ഞു പോയതാ. പിന്നെ ഏതായാലും പറയല്ലേ, കുറച്ച് കട്ടിക്ക് പഞ്ചായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നീയല്ലേ പറഞ്ഞ അവന് കാഞ്ഞ ബുദ്ധിയാന്ന്. എങ്ങാനും ഞാൻ വിളിച്ചിട്ട് ഒരു സ്ട്രേഞ്ചർ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ സാറയാ, ഹൗ ഡെയർ യു എന്നും പറഞ്ഞോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിചാരിക്കത്തില്ലേ വല്ല പറ്റിക്കാനായിട്ട് എവളെങ്കിലും വിളിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നീ എന്നോട് പറഞ്ഞതും പിന്നെ ഈ കാശ് എന്നോട് പറഞ്ഞതൊക്കെ വെച്ചിട്ട് ഞാനൊരു ഡ്രാമ പോലെ അങ്ങ് അവതരിപ്പിച്ചു. ഇതിപ്പോൾ എൻ്റെ കുറ്റമാണോ? പിന്നെ നീ ഇങ്ങനെ പറയണമെങ്കിൽ എവിടേക്കോ ഒരു പൊടിക്ക് കൂടിയെന്ന് എനിക്കറിയാം. പക്ഷെ അതും പറഞ്ഞോണ്ട് അവന് ഐ ഡോണ്ട് കെയർ ഇനി എന്തൊക്കെ വന്നാലും എന്നല്ലേ പറയുന്നേ. പിന്നെ എനിക്കറിയണമല്ലോ, എവിടെയും കിടക്കുന്ന എവളെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ഇട്ടിട്ട് പോകുന്ന അത്രേ ഉള്ളൂ എൻ്റെ കൂട്ടുകാരനോട് അവനുള്ള പ്രണയമെന്ന്. അതും കൂടെ എനിക്കറിയാം. അതിനോട് കൂടി തന്നെ ഇത്രയും പറഞ്ഞത്. നമുക്ക് നോക്കാം. ഓഹോ, ഐ സി. ഇതിനൊക്കെ വേണ്ടിയാണല്ലേ നീ ഇത്രയും പറഞ്ഞത്? അതെ, നീ പറഞ്ഞ കേട്ടാ
ആരായാലും ഇട്ടിട്ട് പോകും. എന്തൊക്കെയായിരുന്നു? നീ ആ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് വരെ തോന്നുക നിനക്ക് നികാഷിനോട് വല്ലതും ഉണ്ടോന്ന്. നീ എന്നെ ചീറ്റ് ചെയ്യുന്നല്ലോ അല്ലേ സാറാ? എന്നാ പിന്നെ പറ്റിക്കപ്പെടുന്ന 2 കസിൻസാ, ഞാനും എൻ്റെ തൃശൂ. ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ദേ സാറാ, നീ ഈ കാണിച്ച പരിപാടിയൊക്കെ നികാശ് അറിഞ്ഞുണ്ടല്ലോ, പിന്നെ വരാൻ വന്ന് ചില്ലറ കണക്കിനായിരിക്കത്തില്ല. അവൻ നിന്റെ മൂഞ്ചി തറയെ പിടിച്ച് തുരയ്ക്കും. അത് ഉറപ്പാ. അച്ചടാ, ചീച്ചല്ലോ. എനിക്ക് നികാശിനോട് അങ്ങനെ ഒന്നുമില്ല. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാടി. എനിക്ക് ഈ ഇറക്കന്മാരോടൊന്നും ഇതൊന്നും തോന്നത്തില്ലെന്നേ. എനിക്ക് നിന്നോട് മാത്രമല്ലേ ഉള്ളൂ പ്യൂർ പ്രണയം. അവൻ എൻ്റെ ഫ്രണ്ടാ. കൊച്ചിലെ തൊട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പഠിച്ചതും ഒരുമിച്ച്, കളിച്ചതും ഒരുമിച്ചല്ല. അങ്ങനെയുള്ള അവനോട് ഫ്രണ്ട്സിന്റെ പ്രണയമൊക്കെ തോന്നാം, പക്ഷെ എനിക്ക് അവനോട് തോന്നത്തില്ല, അവൻ എന്നോട് തോന്നത്തില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഒരു ഡ്രാമയില്ലേ. പിന്നെ അവൻ ഇതറിഞ്ഞാൽ എന്നുള്ള കാര്യം ചെല്ലോ, നീ ഒരു കാര്യം ആലോചിക്കണം. അവനോട് പറയാതെ ഞാൻ ഈ ലൈഫിൽ ഒന്നും ചെയ്തിട്ടില്ല. ഈ നെടുന്തളി പോലെ നിൽക്കുന്ന നിന്റെ കാര്യം വരെ അവനറിയാം. ഫോട്ടോ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. അത് പിന്നെ 2-3 പ്രാവശ്യം ചോദിച്ചതാ, ഞാനും അയക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ മറന്നു. പിന്നെ എൻ്റെ അപ്പനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാ ഞാൻ അവനെ വിളിച്ചിട്ട് എന്നെ എത്തി വിളിക്കടാന്ന് പറയുന്നത്. എൻ്റെ അപ്പൻ്റെ സ്വഭാവം നിനക്കറിയാലോ, ഒരു കൊനഷ്ട സ്വഭാവം. സ്ക്രീൻഷോട്ട് വരെ അങ്ങേർക്ക് ഞാൻ അയച്ചു കൊടുക്കണം അവൻ എന്നെ വിളിച്ചതിൻ്റെ. അതുകൊണ്ടേ പിന്നെ നികാശ് അറിഞ്ഞാലുള്ള പുകില്. എൻ്റെ പൊന്നു മോളെ, 4-5 ദിവസം മുമ്പ് അവൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാ, എന്തായാലും അവൻ ഈ വാദോരാതെ കിടന്ന് പറയുന്ന ഈ തൃശ്ശൂലെന്ന് പറഞ്ഞ മുതലിനെ അവൻ മാത്രമല്ല എൻ്റെ ചെവിയിൽ ഡൈപ്പർ അടിച്ചു പോകുന്ന പോലെയല്ലേ നീ എൻ്റെ അടുത്ത് ഇത് കൂകുന്നേ അവനെ കുറിച്ച്. ഈ മുതലിനെ നേരിട്ട് കാണുമ്പോഴോ ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഫോൺ കോളിലൂടെ ആണെങ്കിലും സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ചെറിയ ഡോസ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ ഡോസ് ഇത്തിരി കൂടിപ്പോയി. 0.5 ml എന്ന് പറഞ്ഞത് ഞാൻ ഇത്തിരി പോയി 2.5 ml ഇട്ടുപോയി. അതിനിപ്പോ ഇത് വലിയ കുറ്റമാണ്. ഞാൻ അവനോട് പറഞ്ഞോണ്ട് തന്നെ ഞാൻ അതീ പറഞ്ഞ് കയറി ജാമ്യം എടുത്ത് മുമ്പേ വയ്ക്കും. അതുകൊണ്ട് നീ എന്നെ അവനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തണ്ട. പിന്നെ ഇതുവരെ അവൻ എന്നോട് ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ ഇമാതിരി കാര്യങ്ങളൊന്നും ചോദിക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ നിൽക്കുന്ന നിന്റെ കൂട്ടുകാരനാ മണ്ടൻ. അല്ലാതെ ഞാൻ പറഞ്ഞോ എന്നെ വിശ്വസിക്കാനായിട്ട്? പിന്നെ ഞാൻ കയ്യിൽ നിന്ന് പലതും ഇടും. അതിനൊക്കെ വിശ്വസിച്ചിട്ടേ ഈ സൈഡിൽ മാറിയിരുന്ന അമൂൽ ബേബിയെ പോലെ കരയുന്നേ നിന്റെ ഫ്രണ്ടിനോട് വിളിച്ച് പറ. അല്ല പിന്നെ എനിക്ക് തോന്നുന്നില്ല അവൻ ഇനി നീ വിളിച്ചാൽ ഫോൺ എടുക്കുന്നു. നല്ല മൂടിലായിരിക്കത്തില്ലല്ലോ. അവനെ കരച്ചില്ലേ ഇന്ന് വരെ കേൾക്കായിരുന്നു. എൻ്റെ പണി ഏറ്റവും തോന്നിയിട്ടാണ് ഞാൻ കോള് കട്ടിയത്. ഇതിപ്പോൾ ഇങ്ങനെയാവുമെന്ന് ഞാൻ വിചാരിച്ചു. നീ ഇനി നമ്മളെ മൂടൂടെ കളയല്ലേ. നമ്മൾ ഡേറ്റിന് ഇറങ്ങിയല്ലേ. നീ വിളിക്കുന്നുണ്ടപ്പോഴേ എനിക്ക് അവൻ്റെ ഒരു ഓർമ്മ വന്ന. അതുകൊണ്ടാണ് ഞാൻ നമ്പർ വാങ്ങിയിട്ട് ഞാനൊന്ന് വിളിച്ചത്. നീ വാ, നമുക്ക് ഐസ്ക്രീം കുടിക്കാൻ പോവാം. വേണ്ട വിട്ടെ, ഞാനൊരു കാര്യം ചെയ്യാം. നിനക്കൊരു 2.5 ml തരാൻ വേണ്ടി നിന്റെ അപ്പനെ വിളിച്ചിട്ട് പറയാം, ഈ കല്യാണമൊക്കെ ഈ എൻഗേജ്മെന്റ് ഒക്കെ ഫേക്കാ, അതൊക്കെ അവള് ചുമ്മാ കാണിച്ചതാ, ഞാനുമായിട്ട് കറങ്ങിക്കൊണ്ട് നടക്കാനും നമ്മുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള കുറെ പിക്കുണ്ടല്ലോ എൻ്റെ കയ്യിൽ, അതൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുക്കാം. ചെറുതായിട്ട് നിനക്ക് ഞാൻ ഒരു ഡോസ് തന്നതാണെന്ന് നീ വിചാരിച്ചങ്ങ് സമാധാനപ്പെട്ടോ. അല്ല പിന്നെ നിന്നോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ നീ വിഷമിക്കത്തില്ലേ? അതുപോലെ തന്നെ ആയിരിക്കും അവന്റെ അവസ്ഥ. എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അപ്പൊ നീ അവൻ കരയുന്ന കേട്ട് അന്നേരെങ്കിലും നിനക്ക് പറഞ്ഞുകൂടായിരുന്നു ഇതൊക്കെ ചുമ്മയാന്ന്? എന്നിട്ട് വേണം ഞാൻ അത്രയും നേരം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പറഞ്ഞ കഥയൊക്കെ വെറുതെ ആവാനല്ലേ. പിന്നെ പോരാണ്ട് ഇന്റർനാഷണൽ കോൾ ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തതാ, എന്റെ ഇല്ല പൈസ ഒന്നും കൊടുക്കാനായിട്ട്. നീ ഈ മൂട് കളയല്ലേ ശ്രീകുട്ടി. ചെല്ലോ നീ ഇത് കേക്ക്. അവൻ നല്ല ബോൾഡല്ലേ, നീ അല്ലേ പറഞ്ഞേ. അവൻ ഇതൊക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ ഇതൊക്കെ ചുമ്മയാന്ന് അവരെ അറിയിക്കാനല്ലേ നമ്മൾ ഇവിടെ ഉള്ളത്. അവനോട് നീയും പറയുന്നു, വികാഷിനോട് ഞാനും പറയുന്നു. പ്രോബ്ലം സോൾവ്. പിന്നെ എന്തിനാടി ഇടം വല നമ്മളിങ്ങനെ നടക്കുന്ന അവരുടെ? എന്റെ പൊന്ന് ചെല്ലോ, ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാം. നീ നമ്മുടെ മൂഡ് കളയല്ലേ. വാ നമുക്ക് വേറെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് പിസിയൊക്കെ കഴിച്ച് നിനക്ക് വീട്ടിൽ പോവാൻ സമയമായി വരിക. ഇനി എപ്പോഴാ ഇങ്ങനെ കാണാൻ പറ്റുകയെന്ന് പോലും പറയാൻ പറ്റത്തില്ല. നീ ഇത് വരുന്നുണ്ടോ? ഞാൻ വരാം. വരുന്നതിനൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്റെ പൊന്ന് സാറാ. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അത് നീ ശ്രദ്ധിച്ചു കേട്ടോ.
എങ്ങാനും തൃശ്ശൂര് വല്ലതും വേണ്ടാത്ത വല്ലതും കാണിച്ചെന്നോ അല്ലെങ്കിൽ കരഞ്ഞു വിളിച്ച് വല്ലതും പറ്റിയെന്നോ അല്ല അവന്റെ പൊട്ട ബുദ്ധിക്ക് വല്ലതും തോന്നിയിട്ട് വല്ലതും കാണിച്ചു കൂട്ടിയെന്നോ വല്ലതും ഞാൻ കേൾക്കണം. ആ അന്നേരം പിന്നെ ഈ കുറച്ചു മുമ്പേ പറഞ്ഞ കാണുന്ന കാര്യമുണ്ടല്ലോ, ഇനി എന്നാ കാണുന്നതെന്ന് അത് നമുക്ക് ആലോചിക്കേണ്ടി വരും. കാണണോ വേണ്ടേന്ന് ഇനി അങ്ങോട്ട്. ഇനി ഒറ്റ ഒരുത്തി കാരണ എന്റെ ചെറുക്കൻ അവിടെ കിടന്ന് വിഷമിക്കുന്ന ഇപ്പം. പോരാഞ്ഞിട്ട് അവൻ കരയുന്ന കേട്ടിട്ടും നീ ഇത് കള്ളമാന്ന് പറയാണ്ട് കട്ട് ചെയ്തേക്കുന്നു. നീ മനസാക്ഷിയുള്ളവൾ തന്നെയാണോ? ഓ അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ സഹിക്കുമായിരുന്നോ? അവൻ ഇനി എന്തൊക്കെ ചിന്തിച്ചു കൂട്ടുമെന്നോ നിനക്ക് അറിയത്തില്ല അവനെ കുറിച്ച്. അവനെ കുറച്ച് ഓവർ തിങ്കിങ്ങൊക്കെ കൂടുതലാ, പലതും ചിന്തിച്ചു കൂട്ടും. എന്നിട്ട് അതുപോലെയൊക്കെ ബിഹേവ് ചെയ്യുന്ന ഇക്കാശിനോടായിരിക്കും. അന്നേരം പിന്നെ അവന്റെ പെർമിഷൻ കിട്ടി നീ ഇത് പറഞ്ഞതാന്ന് പറഞ്ഞാലും അവന്റെ കയ്യിൽ നിന്ന് നിനക്ക് നല്ലത് കിട്ടിക്കോളും. കിട്ടുമ്പോഴേ നീയും പഠിക്കത്തുള്ളൂ. അല്ല പിന്നെ വാ ഐസ്ക്രീമെങ്കിൽ ഐസ്ക്രീം അണ്ണാക്കിലോട്ട് തള്ളി തരാം. അയ്യോ എടി ചെല്ലോ പിണങ്ങല്ലേ. ഇതിപ്പോ ഞാനായിട്ട് ഇരന്ന് വാങ്ങിയതുപോലെ ഉണ്ടല്ലോ. ഞാൻ ആ ഒരു ഫ്ലോയ്ക്കൊന്ന് തട്ടി വിട്ടതല്ലേ, അതൊക്കെ വിശ്വസിക്കാൻ ആ ചെറുക്കൻ എന്താ മന്ദബുദ്ധിയോ? ഏയ് അവനതൊന്നും വിശ്വസിച്ചാണെങ്കില. ചിലപ്പോ എനിക്ക് ഹാപ്പി ആവാൻ വേണ്ടി ഞാൻ കേൾക്കാൻ വേണ്ടി കരഞ്ഞാണെങ്കിലോ? അങ്ങനെയൊക്കെ ഒരാൾ കരയൂ? ഓ ചുമ്മാതെ ഒന്ന് പറ്റിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ. ഇതിപ്പോ എനിക്ക് തന്നെയാണ് ഞാൻ കറങ്ങി തിരിഞ്ഞ്. എന്റെ ദൈവമേ, ഈ പെങ്കൊച്ചിനി എന്നെ കളയോ? അയ്യോ ഈ ചെറുക്ക ഇതെവിടെ പോയി? ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. എന്നതാ അപ്പം രാവിലെ കുക്കിംഗ് ആണോ രണ്ടുപേരും കൂടി? ആഹാ കൊള്ളാലോ. ഇതെന്നതാപ്പാ അമേരിക്കയിൽ പോയപ്പോൾ കണ്ടുപിടിച്ച ഡിഷാണോ? അല്ല നീ എന്നതാടാ രാവിലെ റൂമിലോട്ട് വരാത്ത? നീ ഫ്രഷ് ഒന്നും ആയില്ലേ? അല്ല റൂമിലോട്ട് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. റോയങ്കിളെ ഞാൻ എനിക്ക് വാഷ്റൂമിൽ പോകണം, ഞാൻ പോവാ. അല്ലടാ ഇവനിത് എന്തു പറ്റി? നീ എന്താടാ വായി തുറന്ന് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? നീ വല്ല ചീത്തയും പറഞ്ഞോ ഇനി അവനെ? രാവിലെ എണീറ്റപ്പോ തൊട്ടാ ചെറുക്ക അങ്ങനെയാ, ഒന്നും മിണ്ടുന്നുമില്ല, ഉരിയാടുന്നുമില്ല, ഒന്നും ചിരിക്കുന്നുമില്ല. എങ്ങനെ ഓടിത്തുള്ളി നടന്ന ചെറുക്കനെ ഇന്നലെ വരെ. നീ ഒന്നും കാണിക്കാണ്ട് അവൻ ഇങ്ങനെ ആവത്തില്ലല്ലോ. എന്തേലും പറഞ്ഞാണ്? എന്റെ മക്കളൊക്കെ എന്താണാവോ എന്നെ പോലെ ആവാത്തത്? ദൈവം തമ്പുരാനി എന്നെ അറിയാം. മിണ്ടാതെ പോയ ചെക്കനെ പിടിച്ച് വഴക്ക് പറഞ്ഞല്ലേ നീ? നീ പറഞ്ഞാണ്, എനിക്കറിയാം, നിന്റെ സ്വഭാവം എനിക്കറിയാലോ. ഓ എൻ്റെ പൊന്നപ്പാ, എഴുതാപ്പുറം വായിക്കല്ലേ. ഞാൻ അവനൊന്നും പറഞ്ഞില്ല. ഇന്നലെ രാത്രി ഞാൻ ഫ്രഷ് ആവാൻ കയറിയപ്പോൾ റൂമിലുണ്ടായിരുന്നു. പുറത്തു കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പം മുമ്പേ പോയി റെഡിയായി നിന്നു. ഞാൻ തന്നെ പറഞ്ഞു പോയി റെഡിയായി നിൽക്കാനായിട്ട്. ഞാൻ ഫ്രഷ് ആവാൻ കയറിയ അപ്പാക്ക് അറിയാമല്ലോ, നല്ല ടൈം എടുക്കും. ഞാൻ ഫ്രഷായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ബാക്ക് തിരിഞ്ഞു നിന്ന് കരയുമായിരുന്നു. ഞാൻ പോയി ചോദിച്ചു എന്താ കരയുന്നതെന്ന്. എന്നെ പിടിച്ച് തള്ളിയിട്ട് ഒറ്റ ഇറങ്ങി പോക്കായിരുന്നു. ഡോണ്ട് ടച്ച് മീ എന്നും പറഞ്ഞുകൊണ്ട്. എനിക്ക് എന്നെ അറിയത്തില്ല എന്താ സംഭവം. ഞാൻ 12 മണിക്ക് കൊണ്ടുവന്നാണ് പറഞ്ഞത്. ഞാൻ കുളിച്ചിറങ്ങിയപ്പോൾ തന്നെ 12:30 കഴിഞ്ഞായിരുന്നു. അതുകൊണ്ടായിരിക്കും, അല്ലാതെ ഇനി എന്തുവാ. അല്ലാതെ ഞാൻ അവനെ ചീത്തയും വഴക്കൊന്നും പറഞ്ഞില്ല. ഞാനേ അന്തം വിട്ട് നിൽക്കും അവൻ കാണിക്കുന്ന ഓരോന്ന് കണ്ടിട്ട്. നേരം വെളുത്ത രാവിലെ റൂമിൽ വന്ന് ഗുഡ് മോർണിംഗും പറഞ്ഞ് അവൻ്റെ ഡ്രസ്സും എടുത്തിട്ട് ഫ്രഷായി പോകുന്നവനാ. ഇപ്പോൾ ഇതോ ഋഷിയുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നു. അവൻ്റെ റൂമിൽ പോയി ഫ്രഷായി കാണും. ഇവൻ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ഞാൻ തന്നെ ഇവിടെ വണ്ടടിച്ചിരിക്കുമ്പോഴാണ് അപ്പോൾ പറയുന്നത് ഞാൻ അവനെ ചീത്ത പറഞ്ഞിട്ട് അവൻ വിഷമിച്ച് നടക്കുന്നതെന്ന്. എനിക്ക് തന്നെ അറിയത്തില്ല. ചെറിയ കാര്യത്തിനാപ്പാ ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യണോന്നും ഇനി ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്താ ഏതാന്നൊന്നും എനിക്കറിയത്തില്ല. ആ കൊച്ചൻ ഇനി ഇവിടെ നിന്ന് പോകാൻ ആകെപ്പാട് 5-6 ദിവസമേ ഉള്ളൂ. അതിനോട് പോയി മര്യാദയ്ക്ക് സോറി പറഞ്ഞ് മിണ്ടാൻ നോക്കും. വെറുതെ അതിനെ വിഷമിപ്പിച്ച് സങ്കടപ്പെടുത്തി വിടാതെ. അവൻ്റെ ഒരു ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോഴത്തേക്ക് ആലോചിക്കണം. അതിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോകണോടാ, അല്ലാണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം പറയാൻ നിൽക്കരുത്. എൻ്റെ പൊന്നപ്പ അതിന് കൊണ്ടുപോകത്തില്ലെന്ന് ആരാ പറഞ്ഞേ? ഒരു അരമണിക്കൂർ ലേറ്റ് ആയനാണോ? ത്രിലോക് ഇന്ന് വരുമെന്ന് പറഞ്ഞു അവനെ കാണാനായിട്ട്. അത് പറയാനും കൂടിയാണ് വന്നത്. നിൽക്കണ്ടേ? അപ്പനോട് മാത്രം പറഞ്ഞിട്ട് കയറി പോയണ്ടില്ലേ?
ഞാനേതായാലും പോയി ഒന്ന് മിണ്ടട്ടെ, പൂഷിപ്പറക്കി. ഇല്ലെങ്കിൽ നീ മോന്തയും പെരുക്കി വെച്ചോണ്ട് ഇതുപോലെ നടക്കും. ആ അങ്ങനെ മര്യാദയ്ക്ക് പോയി അവനോട് മര്യാദയ്ക്ക് മിണ്ടിയാൽ നിനക്കുള്ളൂ. ഇല്ലെങ്കിലേ ഈ തല്ല് വാങ്ങാൻ പോകുന്നതേ അവൻ്റെ ആയിരിക്കത്തില്ല, എൻ്റെ ആയിരിക്കും. കേട്ടാ? ഓ കേട്ടേ എൻ്റെ പൊന്നു, ഇനി അത് മതി. ആ ഇവിടെ ഉണ്ടായിരുന്നോ? അതെ, ഋഷിയുടെ റൂമിൽ ഇങ്ങനെ അധികം നേരം ഇരിക്കാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അവരിങ്ങ് വരും. പിന്നെ ഇവിടെ ആയിരിക്കും ചൈതു എപ്പോഴും. അതുകൊണ്ട് തന്നെ പൊന്നുമോന് ഇവിടെ കയറി ഇങ്ങനെ ഇത്ര സ്വാതന്ത്ര്യത്തിൽ ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. നമ്മുടെ റൂമിലോട്ട് ചെല്ല്, അവിടെ പോയിരുന്നോ. തൃഷു, എന്താടാ പ്രശ്നം? ഞാൻ എന്ത് ചെയ്തിട്ടാ? ലേറ്റായി, ഫൈൻ. എനിക്കറിയാം അതിനാ നീ പിണങ്ങിയിരിക്കുന്നേ. എടാ 12:30 ആയെന്നും പറഞ്ഞുകൊണ്ട് അത് വലിയൊരു കുറ്റമാണോ? മിഡ് നൈറ്റൊന്നും കഴിഞ്ഞില്ലല്ലോ, നമുക്ക് പോവായിരുന്നില്ലേ? നീ എന്തിനാ പിണങ്ങി ദേഷ്യപ്പെട്ട് റൂമിൽ വരരുതെന്നും എന്നെ തുടരുതെന്നൊക്കെ പറഞ്ഞിട്ട് പോയത്? പിന്നെ നീ അന്നേരം ഒട്ടും ഓക്കെ അല്ലാഞ്ഞിട്ടാ ഞാൻ അങ്ങോട്ട് വരാത്തതും സംസാരിക്കാൻ നിൽക്കാത്തതൊക്കെ. ഞാൻ വിചാരിച്ചു ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ നീ ഓക്കെ ആവുമെന്ന്. ഇതിപ്പോൾ നീ അതീനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടക്കുവാണോ? എടാ അത് വിട്ടുകളാ. വേണമെങ്കിൽ നമുക്ക് ഇന്ന് പോവാം. ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് നൈറ്റ് പോവാം. എന്തു പറയുന്നു? എവിടെ പോവാന്ന്? എന്തിനു പോവാന്ന്? അതെ, എക്സ്ക്യൂസ് മീ, തൻ്റെ കൂടെ കറങ്ങാനും ഡേറ്റിനും അർമാദിക്കാനും നടക്കാൻ വയ്യാത്തോണ്ടല്ല ഞാനിങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാനിരിക്കുന്ന കാര്യം, ഞാനിങ്ങനെ ബിഹേവ് ചെയ്യുന്ന കാര്യമൊക്കെ തന്നോട് പറയേണ്ട ആവശ്യവും എനിക്കിനിയില്ല. ഋഷിയുടെ റൂമിൽ ഇരിക്കണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റൂമിൽ ഇരിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഏതായാലും ഇനി ഒരു 5-6 ദിവസം കൂടെ ഇല്ലുള്ളൂ. അതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നീക്കിയായിരുന്നെങ്കിൽ എനിക്കൊന്നും ഇവിടുന്ന് പോവായിരുന്നു. പിന്നെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ എൻ്റെ പിറകെ വരിക, എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുക, എൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുക, അതൊന്നും കൂടുതൽ വേണ്ട. സൗണ്ടായിട്ടല്ലേ കൊണ്ടുവന്നേ, എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാം ഞാനിവിടെ ചെയ്യുന്നുണ്ടല്ലോ. ആ അതൊക്കെ തന്നെയാണ് ഒരു സെർവൻ്റ് ചെയ്യുന്നത്. അല്ലാതെ വീട്ടിലുള്ള യജമാനന്മാരുമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വെക്കാറില്ല. ഞാനങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഞാനൊരു വെറും സെർവൻ്റാന്നുള്ള ബോധം വന്നു. അതുകൊണ്ട് തന്നെ ആ പരിപാടിയൊക്കെ ഞാനങ്ങ് നിർത്തി. രാവിലെ എണീറ്റിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്കിളിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അങ്കിളിന് കോഫി എടുത്തിട്ടുണ്ട്, തനിക്കുള്ള കോഫി റൂമിൽ വച്ചിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് പ്രൈവസിയാണ് വേണ്ടത്. സെർവൻ്റ് ആണെങ്കിലും ഐ എം ഓൾസോ ഹ്യൂമൻ ബീങ്. അതൊന്ന് ഓർത്താൽ നല്ലത്. എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണമെന്നുണ്ട്. വിരോധമില്ലെങ്കിൽ ഒന്ന് പോയി തരുമോ? ആർ യു സീരിയസ്? എൻ്റെ പൊന്ന് തൃശു, ഈ ആക്ടിങ്ങൊക്കെ അത് അറിയാമെന്നുള്ളവർക്ക് പറഞ്ഞിരിക്കുന്ന പണിയാണ്. നിനക്കത് ചേരത്തില്ല. ഭയങ്കര ബോറായിട്ടുണ്ട്. മുഖമൊക്കെ ചുമന്ന് കണ്ണൊക്കെ ഒരുമാതിരിയായി. കട്ട ബോറാട്ട. നീ വെറുതെ തമാശയ്ക്ക് പ്രാങ്ക് കാണിക്കാനായിട്ട് ഇമാതിരിയൊക്കെ ബിഹേവ് ചെയ്ത് ഞാൻ വിശ്വസിക്കുമെന്ന് വിചാരിച്ചു. വിശ്വസിച്ചു പോരെ? I said leave me alone. തനിക്ക് ചെവിയും കേൾക്കത്തില്ലേ? ഓ ഇനി ചിലപ്പോൾ സാറെന്ന് വിളിക്കണമായിരിക്കില്ലേ? സാർ പ്ലീസ് ലീവ് മീ അലോൺ. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടുമോ? എനിക്കിന്ന് ഇച്ചിരി സമാധാനം തരുമോ? തൃഷു, എന്തു പറ്റി? വൈ യു ആർ ബിഹേവിങ് ലൈക്ക് ദിസ്? എന്താ നീ കാണിക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എന്താ പറ്റിയേ? ദേ തൃഷു, തമാശ നിർത്ത്. എനിക്ക് നന്നായിട്ട് ഹേർട്ടാവുന്നുണ്ട്. നീ തമാശയ്ക്ക് പറയുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് കയറി കൊള്ളുന്നുണ്ട്. നിനക്കെന്താ പറ്റിയേ? നീ എന്തിനാ ഇപ്പം ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നേ? അതിന് മാത്രം ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായേ? നമുക്കിടയിൽ ഇന്നലെ വരെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു നേരം ഒട്ടി വെളുത്തപ്പോഴത്തേക്കും എന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചതെന്നും എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊന്നും തന്നോട് ബോധിപ്പിക്കേണ്ടയോ അല്ലെങ്കിൽ തന്നോട് പറയേണ്ടയോ ആവശ്യം എനിക്കില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ ഇതൊക്കെ പറയുന്നേ? തന്നോടെന്തിനാ ഞാൻ പറയുന്നേ?
ഇമോഷൻസിൻ്റെ വാല്യൂ അറിയാത്ത തന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? മറ്റൊരാളുടെ ഇമോഷൻ വെച്ച് കളിക്കുന്ന താൻ മനുഷ്യൻ തന്നെയാണോ? അല്ലെങ്കിൽ സോറി സാർ, സാറിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനുമില്ല. എൻ്റെ ഇത് പോയതൊന്നും തിരിച്ചു വരാനും പോകുന്നില്ല. അതുകൊണ്ട് സാർ പോണ്ട, ഞാൻ തന്നെ പൊക്കോളാം. വെയിറ്റ്. തൃശു, നിന്റെ പ്രശ്നം എന്താ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നിനക്ക് എത്ര വേണോ ടൈം തരാം. ഇതൊരു പ്രാങ്ക് ആണെങ്കിൽ ഇവിടെ നിർത്തിക്കോ. ഇല്ല, ഇനി എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ, എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തെങ്കിലും ചെയ്തതായിട്ട്. ഇനി എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ ഐ എം സോറി. ഇനി അതുമല്ല, നിനക്കൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തതെങ്കിൽ അതെന്താണെന്ന് എന്നോട് പറയാൻ നിനക്കിപ്പം പറ്റത്തില്ല എന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. അത് പറയാനായിട്ട് നീ പോകുന്ന വരെ ടൈമുണ്ട്. അതിനകത്ത് പറയാൻ പറ്റുവാണെങ്കിൽ എന്നോട് പറ. ഏതായാലും നീ ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിന്നെ ഉപേക്ഷിക്കാനോ കളയാനൊന്നും ഞാൻ തയ്യാറല്ല. നീ ഇനി ഇവിടെ നിന്ന് ഇമാതിരി വഴക്കൂടിയിട്ട് പോയാലും നിന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരും. അതിന് വലിച്ചഴച്ചോട്ടായാലും. ഞാനതെല്ലാം ഓഫീസിലോട്ട് ഇറങ്ങുക. പിന്നെ ഈ പ്രശ്നം നീയായിട്ട് തന്നെ തീർക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഞാനായിട്ട് മുൻകൈ എടുത്തു കഴിഞ്ഞ് ഫീൽഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ടാണ്. ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് മീ. പിന്നെ ത്രിലോക് ഇന്ന് വരുമെന്ന് പറഞ്ഞു നിന്നെ കാണാനായിട്ട്. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും ഞാൻ ഇറങ്ങാം. കുറച്ച് കഴിയുമ്പോൾ ചൈതവും ഋഷിയും വരും. അവരുടെ മുമ്പേ ഈ മോന്തയും പെരുക്കി വെച്ചുകൊണ്ട് നിൽക്കണ്ട. ശരി. ഓ ഗോഡ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ? വീണ്ടും ഈ കാശ് എൻ്റെ മുമ്പിൽ അഭിനയിക്കുന്ന എന്തിനാ? എന്നെ ഇഷ്ടമുള്ള പോലെ, എന്നെ നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലാത്ത പോലെ എന്തിനാ ഇങ്ങനെ അഭിനയിച്ചിട്ട് എന്ത് കിട്ടാൻ അവന്? ഒന്നീ ഞാൻ അല്ലെങ്കിൽ സാര, ഇതിലൊരാളെ തിരഞ്ഞെടുക്കണം. ഇത് ഇല്ല, എന്തുകൊണ്ടും എനിക്ക് മുമ്പേ വന്നത് അവളാ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും എല്ലാത്തിനും അർഹതപ്പെട്ടവളും അവൾ തന്നെയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കയറി ചെല്ലുന്നത് ശരിയല്ല. ഇനി ഈ കാശ് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാണിച്ചാലും തൃശു പഴയതുപോലെ ഇനി തിരിച്ചു പോകത്തില്ല. തൃശുവിന് ആരെയും ശാപം വാങ്ങാൻ വയ്യ, ആരെയും മാനസികമായിട്ട് വേദനിപ്പിക്കാനും വയ്യ. തൃശു അത്രയും ദുഷ്ടനൊന്നുമല്ല. തൃശുവിന് എല്ലാവരെയും ഇഷ്ടമാ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന. ആരും തൃശു കാരണം വിഷമിക്കണ്ട. സാരയ്ക്കുള്ളതായി കാശ്. അവൾ എന്നെ എടുത്തോട്ടെ. തൃശുവിന് വേണ്ട. തൃശുവിന് ആരേ വേണ്ട. തൃശുവിന് തൃശു മാത്രം മതി. വന്നോ? എന്തായി? മിണ്ടിയോ? പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തോ? പിണക്കം മാറ്റിയോ അവൻ്റെ? ഇല്ല എൻ്റെ അപ്പായേ, ഇലയ്ക്കും ഉള്ളിനും എടുക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് റീസണെങ്കിലും പറയാം. ഇതതുപോലും പറയുന്നില്ല. എനിക്കാണെങ്കിൽ ടൈമുമായി. ആഫ്റ്റർ 1 വീക്കാണ് ഞാൻ ഓഫീസിൽ പോകുന്നത്. അന്നെങ്കിലും ടൈമിന് ചെന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കൊളീഗ്സിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, താഴെ ഇരിക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ പറയാനായിട്ട് നമുക്ക് അർഹത വേണമെങ്കിൽ നമ്മൾ ആദ്യം ചെല്ലണം. ഏതായാലും ഞാനൊരു വാണിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. വൈകിട്ട് വരുമ്പോഴെങ്കിലും കാര്യം പറയണേന്ന്. വൈകിട്ടല്ല, 2 ദിവസം കൊടുത്തിട്ടുണ്ട്. അവന് പറയാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. നോക്കാം. ഞാൻ ഏതായാലും വന്നിട്ട് നോക്കാം. ഒരു കാര്യം ചെയ്യ്,
അവന്മാരിപ്പോൾ വരും. ത്രിലോക വരുമ്പോൾ അവൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടാൽ മതി. ഞാനൊന്ന് ഇറങ്ങാപ്പാ, നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, വീണ്ടും ലേറ്റ് ആവും. ആ, നീ ടെൻഷൻ വേണ്ട, പോയിട്ടോ. ഞാൻ അവരെ കാണിച്ചു കൊടുത്തോളാം. പോയിട്ടോളാം. ശരി. നീ അങ്ങ് ഉച്ചയ്ക്ക് മുമ്പ് എത്തുമല്ലോ അല്ലേ? ഏത് ഫ്രണ്ടിനെ കാണാൻ പോകുന്നേ? അല്ല, ഇതുവരെ നീ ഇങ്ങനെയൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ആ പിന്നെ ഉച്ചയ്ക്കോ? അതിനു മുമ്പ് എത്തു വെച്ചാ. അത് ഞാൻ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഫ്രണ്ടാ. അവൻ ഇപ്പം അങ്ങ് ബഹ്റിനിൽ നിന്ന് വന്നതാ. അന്നേരം പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ അവനെന്തോ ചെറിയ ഹെൽപ്പ് വേണമെന്ന് ഇവിടെ ഏതൊരു കഫേയോ അങ്ങനെന്തോ തുടങ്ങാനായിട്ട്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് പോകുന്നതാ. ഞാൻ ഉച്ചയ്ക്ക് മുമ്പേ എത്തും. എവിടെ പോയിന്നായാലും എങ്ങനെ പോയിട്ടായാലും നേരത്തെ കാലത്ത് അങ്ങ് എത്തിക്കോണം. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഞാൻ അമേരിക്കയിലായിരുന്ന സമയത്തെ പ്രോജക്റ്റുകളൊന്നും എന്താ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ നിനക്കിങ്ങനെ ഇന്ന് ഫ്രണ്ടിനെ കാണാൻ പോകണമെന്നോ പറഞ്ഞുകൊണ്ടാണ് ഞാനിന്ന് ഓഫീസിൽ പോകുന്നത്. നിനക്ക് പഠിക്കാനൊന്നുമില്ല ആരും, പോയിരുന്ന് പഠിക്ക്. പൂർണിമ, എന്നാ ഞാൻ ഇറങ്ങുക. ശരി, നേരത്തെ അങ്ങ് എത്തിക്കോണം. ആ ശരി ഏട്ടാ. എന്തൊക്കെയോണ്ടിക്ക വല്ല വേണമെങ്കിൽ എടുത്ത് കഴിച്ചിട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്കടാ. നിനക്ക് എവിടെ പോവാന്നുള്ള വെച്ചാൽ പെട്ടെന്ന് പോയിട്ടോ. പോയിട്ട് ഓഫീസിൽ പോവാൻ നോക്ക്. അങ്ങയുടെ വായിരിക്കുന്ന കേൾക്കാതെ. എന്നത്തെ പോലെ കറങ്ങി നടക്കാനേ അങ്ങേരില്ലാത്ത ടൈമല്ല, അതുകൂടെ ഓർത്താ നല്ലത്. മാറും. ത്രിലോകെ, നീ തൃശ്ശൂരിനെ കാണാൻ പോന്നീന്ന് അച്ഛനും അറിയത്തില്ല, ഇതിപ്പോ അമ്മയ്ക്കും അറിയത്തില്ല. ഞാൻ നിന്നോട് പറഞ്ഞത് അമ്മയോട് പറയാന്ന്. എടാ, അമ്മ അറിഞ്ഞു കഴിഞ്ഞാ നീ തന്നെ ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും ഒരു പ്രശ്നമാക്കി കഴിഞ്ഞാൽ അമ്മ അത് എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യും. ഇതിപ്പോ അമ്മ പോലും അറിയാണ്ട് പോകുന്നത് റിസ്ക്കാ. അച്ഛനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ വൻ സീനാവേ. അതെ, അങ്ങനെ വൻ സീനും വിപ്ലവമൊന്നും ആക്കാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് അങ്ങ് പോവാടാ. ഒരു സമാധാനം ഇല്ലാഞ്ഞിട്ടാ ഞാൻ ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല, നിനക്കറിയാലോ. ഞാൻ പിന്നെ ഇക്കാശിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെല്ലുമെന്ന്. തൃശ്ശൂരിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതുകൊണ്ടാണ് പറഞ്ഞത്. അവൻ്റെ സംസാരം കേട്ടിട്ട് അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായ പോലെ തോന്നിയില്ല. എന്നാലും എനിക്കൊന്ന് ചെറുക്കനെ കാണണം. ഇക്കാശ് ഇന്നലെ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയത്തില്ലല്ലോ. അവർ സംസാരിച്ചോ പറഞ്ഞോ ഇതൊക്കെ ഒന്നും അറിയാമല്ലോ. എന്നാൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിന്നെയും കൊണ്ട് പോകാമെന്ന് വെച്ചാൽ അത് റിസ്ക്കാണ്, നടക്കത്തില്ല. നിന്നെയും കൊണ്ട് ഇവിടെ പോകാമെന്നാവും പിന്നെ ചോദ്യം. അതാ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് നേരെ ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞത്. എന്തായാലും ഞാൻ പോവാം, അതിനൊരു മാറ്റമില്ല. ഇനി വരുന്നതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണട്ടെ. അച്ഛൻ അറിയുവാണെങ്കിൽ അങ്ങ് അറിയട്ടെ എന്നും പറഞ്ഞ് അവനെ പോയി നോക്കാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ എനിക്ക് മനസ്സിലാവും. നീ പോയിട്ടോ, ധൈര്യമായിട്ട് പോയിട്ടോ. ഒന്നും വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശരി, ഇങ്ങോട്ട് വന്നേ. നീ ഇവിടെ ഇരുന്നേ. പറഞ്ഞേ ഇവിടുത്തെ വിശേഷങ്ങൾ പറ. കഴിഞ്ഞ ഒരാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? ഈ കാശ് നിന്നെ അടിച്ചു ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ? എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇടയ്ക്ക് നിന്നെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ അവനെ വിളിച്ചപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞായിരുന്നു, തല്ലൊന്നും ചെയ്യരുത്, ആ ഒരു പാവാന്നൊക്കെ. നീ പറ, അവൻ വല്ലതും ചെയ്തോ? അവൻ വല്ലതും പറഞ്ഞോ നിന്നെ? വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? എന്ത് പ്രശ്നം? അപ്പം എന്തോ പ്രശ്നമുണ്ട്. ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കാം, നിന്റെ മുഖമൊന്നും അത്ര ഓക്കെ അല്ല. എന്തോ ഏതാണ്ട് കരഞ്ഞതുപോലെയൊക്കെ. രണ്ടും കൂടെ അടിച്ച് പിരിഞ്ഞോ? എന്താടാ, എന്തു പറ്റി? അവൻ വേണ്ടാത്തതെല്ലാം കാണിച്ചോ? അതോ വല്ല വഷളത്തോട് പറഞ്ഞോ? നീ എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ അവനോട് ചോദിച്ചോളാം. അവൻ ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ അവൻ്റെ ചേട്ടനല്ലേ. നീ പറ, എന്താ അവൻ പറഞ്ഞേ? എന്താ അവൻ ചെയ്തേ? നീ ഇത്രത്തോളം ഡൗൺ ആയിട്ട് ഇരിക്കണമെങ്കിൽ എന്തോ ഉണ്ടല്ലോ. പോയപ്പം കണ്ട കളിയും ചിരിയൊന്നും ഇപ്പം ഇല്ല. എന്തു പറ്റി? ഒന്നുമില്ല എൻ്റെ ഋഷിയേട്ടാ, എനിക്കൊരു കുഴപ്പമില്ല. ഇക്കാശ് എന്നെ നല്ലപോലെ നോക്കിയേ. ഫുഡ് ഉണ്ടാക്കുന്നതും എല്ലാം ഇക്കാശ് തന്നെയായിരുന്നു. ഋഷിയേട്ടനിവിടെ ഇല്ലാത്ത ആ ദിവസം ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താണെന്നല്ലേ ഋഷിയേട്ടൻ ചിന്തിക്കുന്നത്? അർഹിക്കാത്തത് ആഗ്രഹിക്കരുത്, കൊമ്പത്ത് കിടക്കുന്നത് എത്തിപ്പിടിക്കാൻ നോക്കരുത്. അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവും. ഇത് മനസ്സിലാക്കിയതിൻ്റെ വിഷമാണ് എൻ്റെ മുഖത്തുള്ളത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് പോകണ്ടേ? ഓ അല്ല,
5-6 ദിവസം കഴിഞ്ഞ് പോണ്ടേ. അതിൻ്റെ ചെറിയ വിഷമമുണ്ട്. ഋഷിയേട്ടനെയും ചൈതുവേട്ടനെയും ഒക്കെ ഒരുപാട് മിസ് ചെയ്യത്തില്ലേ. അല്ലാണ്ട് വേറൊന്നുമില്ല ഋഷിയേട്ടാ. ഞാനെന്നാ പോട്ടെ. അല്ലാടാ, ഇവനിതെന്താ പറ്റിയേ? ഇവനെന്താ ഈ തത്വമൊക്കെ വിളിച്ചു പറയുന്നത്? എന്തോ പറ്റിയിട്ടുണ്ട് രണ്ടിൻ്റെ ഇടയിൽ. അല്ലാണ്ട് ചെറുക്കൻ ഇത്ര ഡൗൺ ആവത്തില്ല. എന്തായിരിക്കും? വല്ലതും ചോദിക്കാന്ന് വെച്ചാൽ ഒരുത്തം കടിച്ചു കയറി തിന്നാൻ വരും. ഓ ആ, രാവിലെ കമ്പനി പോകുന്നതിന് മുമ്പ് ഇറങ്ങിയതല്ലേ? ആ ത്രിലോകിരിക്ക് ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. ഋഷി അവനെ വിളിച്ചോണ്ട് അകത്തോട്ട് പോയിട്ടുണ്ട്. ഞാൻ പോയി വിളിച്ച് ദേ വരുന്നു. ഏട്ടനൊന്നും ഓഫീസിൽ പോയില്ലേ? ഇല്ലടാ, പെട്ടെന്ന് അങ്ങനെ ഇരുന്നപ്പോൾ നിന്നെ കാണണമെന്ന് തോന്നി. അന്നേരം നേരെ ഇങ്ങോട്ട് ഓടിപ്പോന്നു. അച്ഛൻ അറിയാതെ വന്നത്, അതുകൊണ്ട് പെട്ടെന്ന് പോകണം. നിന്നോട് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് തോന്നി. ഉച്ചയ്ക്ക് മുമ്പേ എനിക്ക് ഓഫീസിൽ എത്തണം. നീ വാ, നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. വാ. ചെല്ലടാ അങ്ങോട്ട്. നിൻ്റെ ചേട്ടനല്ലേ, അല്ലാതെ ഡ്രാക്കുളയെന്നല്ലല്ലോ വിളിക്കുന്നേ. അന്തം വിട്ട് നിൽക്കാനായിട്ട്. എന്നാൽ നിങ്ങൾ സംസാരിക്കേ. ഞാനെന്നാ ഋഷി പോയി നോക്കിയിട്ട് വരാം. എന്നാലും എൻ്റെ ഋഷി, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? എന്താ നിന്നെ ആരെയും കയറി പിടിച്ചോ? അല്ല ഋഷി, അവനെന്താ പറ്റിയ തൃശ്ശൂലിന്? മുഖമൊക്കെ ആകെ ഡള്ളായിട്ട്, ഒട്ടും ഓക്കെ അല്ലാത്ത പോലെ. നീ ചോദിച്ചില്ലേ? അല്ല, നീ അവനെയും പിടിച്ച് വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നോണ്ട് ചോദിച്ചതാ. പനി വല്ലതും ഉണ്ടോ? എനിക്കും അറിയത്തില്ല. ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്തുവാണോ എന്തോ. എന്തായാലും അവന് വികാശം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആശുവിൻ്റെ അവൻ്റെ ഇടയിൽ എന്തേ സംഭവിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ചെറുക്കൻ ഇങ്ങനെ ഡൗൺ ആവത്തില്ല. നിനക്കറിയാലോ അവൻ എന്തുമാത്രം ആക്റ്റീവാണെന്ന്. നമ്മളൊക്കെ വന്ന് സന്തോഷത്തിലൂടെ കിടന്ന് തുള്ളിച്ചാടേണ്ട ചെറുക്കനാ. ഇതിപ്പോ ഒരു കുലുക്കമില്ല, ഒരുമാതിരി പ്രതിമ കെട്ടി വെച്ച പോലെ നിൽക്കുക. ആശു എല്ലാം പറഞ്ഞാണോ? അവൻ ഇതെന്തിന്റെ സൂക്കേടാ ചെയ്തു? പാവം. ആ ചെക്കനാണെങ്കിൽ എന്തേലും മതി. വിഷമമായാലും അവൻ ചിരിച്ചോണ്ട് നിൽക്കത്തുള്ളൂ. പക്ഷെ ഇങ്ങനെ ഡൗൺ ആവണമെങ്കിൽ അത്രയ്ക്ക് എന്തോ പറഞ്ഞാണ്. അല്ലാത്ത കഷ്ടമാണ്. അവൻ ഇതെന്തിന്റെ സൂക്കേടാ? ഇത്തിരി മനസാക്ഷിയാണ് ചൂടേ. എൻ്റെ പൊന്ന് ഋഷി, നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കല്ലേ. നമ്മൾ കണ്ടോ? ഇല്ലല്ലോ. പിന്നെ പോരാഞ്ഞിട്ട് ഇന്നലെ ഇവിടെ അപ്പം ഉണ്ടായിരുന്നു. മെനങ്ങാന്ന് കൂടി അവനെ വിളിച്ചപ്പോൾ അവർ നല്ല ഹാപ്പി ആയിട്ടല്ലേ സംസാരിച്ചേ. അവ ഇവിടെ ഉണ്ടെന്നും അവ അത് ചെയ്യുക ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഇനി അവർക്കിടെ എന്ത് സംഭവിക്കാനാണ്? ഇതെന്തെങ്കിലും ചെറിയ സൗന്ദര്യപ്പണക്കം വല്ലതും ആയിരിക്കും. അത് അവന്മാർ രണ്ടും പറഞ്ഞു തീർത്തോളൂ. നമ്മളതീ കയറി ഇനി തലയിടാൻ പോകണ്ട. അതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നമ്മളെക്കാലം അവൻ അടുപ്പം കൂടുതൽ ഇകാശമായിട്ട് തന്നെയാണ്. കാരണം ഇവിടെ ആശു മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും ദിവസം. അവർ നമ്മളെക്കാലം കമ്പനി ആയിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ട് അങ്ങ് തീർക്കട്ടെ. വെറുതെ എന്തിനാണ് നമ്മളതിൽ കയറി മൂന്നാമരാവുന്നത്? അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ച് തല പോയിക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്താ ഏട്ടാ പെട്ടെന്ന്? ഏട്ടൻ ഇന്നലല്ലേ വന്ന് കണ്ടിട്ട് പോയേ? ഇന്ന് വരുമെന്നോ ഒന്നും പറഞ്ഞില്ലല്ലോ. ഏട്ടനൊന്നും എന്നെ വിളിച്ചു പോലുമില്ല. രാവിലെ ഇക്കാശ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്താ, ഓക്കെ ആണോ? നിനക്ക് വിഷമമുണ്ടോ? ഇങ്ങനെയൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അതൊക്കെ ഉണ്ടെന്ന് നിൻ്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ പ്രശ്നമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇന്നലെ നീ അക്കാര്യം പറഞ്ഞോ? അവനോട് ചോദിച്ചോ? അവനെന്താ റിപ്ലൈ തന്നെ? ഇതൊക്കെ മാത്രം. എനിക്കിതൊന്നും ആലോചിച്ചിട്ട് സമാധാനമില്ലായിരുന്നു. നീ ഒട്ടും ഓക്കെ ആയിരിക്കത്തില്ലെന്ന് ഞാൻ അപ്പോഴേ ചിന്തിച്ചതാണ്. ഇവിടെ വന്നു കയറി നിൻ്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഒട്ടും ഓക്കെ അല്ലെന്ന്. നോക്ക് തൃശു, ഇനി ഒരു 5-6 ദിവസം കൂടെ ഉള്ളൂ. അതുവരെ നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഏട്ടനടുത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട. പിന്നെ ഒരിക്കലും നിനക്ക് വിഷമിക്കാനുള്ള അവസ്ഥ ഏട്ടൻ ഉണ്ടാക്കത്തില്ല. ഉണ്ടാക്കാനായിട്ട് അച്ഛനെ കൊണ്ട് ഇനി ഏട്ടൻ സമ്മതിപ്പിക്കത്തുമില്ല. നീ പറ, എന്താ ഇകാശ് പറഞ്ഞേ? ഇന്നലെ നിങ്ങൾ സംസാരിച്ചോ? ഞങ്ങൾ പോയില്ല ഏട്ടാ. പോകുന്നതിന് മുമ്പേ ഇകാശ് ഫ്രഷ് ആവാൻ പോയപ്പോൾ എനിക്കൊരു കോള് വന്നായിരുന്നു. ഇക്കാശിൻ്റെ ഫിയാൻസി ആയിരുന്നു സാറ. ഞാൻ ഇക്കാശിനെ അവളിൽ നിന്ന് തട്ടിയെടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു. ഒരുപാട് കാര്യം പറഞ്ഞു. ഇപ്പം എനിക്കറിയാം ഞാൻ കാണിച്ചതാ തെറ്റെന്ന്. അതുകൊണ്ട് തന്നെ അത് വേണ്ടേ. എൻ്റെ
എൻ്റെ വിഷമവും സങ്കടമൊക്കെ ഞാനങ്ങ് സഹിച്ചോളാം. മറക്കാൻ പറ്റില്ലായിരിക്കാം. പിന്നെ അന്നത്തെ പബ്ബിലെ കാര്യം പറയാൻ പറ്റിയില്ല. ഒരു കണക്കിനത് പറയാതിരിക്കുന്നതല്ലേ നല്ലത്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാശ് ചിലപ്പോൾ ആ കൊച്ചിനെ കളഞ്ഞാലോ. അതുകൊണ്ട് വേണ്ട. ഏട്ടൻ പറഞ്ഞ പോലെ ഇനി ഒരു 5-6 ദിവസം കൂടെയല്ലേ ഉള്ളൂ. അതുവരെ എത്രത്തോളം പറ്റുന്ന അത്രത്തോളം ഇക്കാശിനെ വെറുപ്പിക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് പോകണം. അതാ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മതി ഏട്ടാ. എനിക്കൊന്നും വേണ്ട, ആരും വേണ്ട. നിങ്ങളൊക്കെ തന്നെ മതി. അതിൽ കൂടുതലൊന്നും തൃശ്ശൂന് വേണ്ട. കരയില്ലേടാ. എനിക്ക് മനസ്സിലാവുന്ന എൻ്റെ സിറ്റുവേഷൻ എന്താണ്. ഇനി എന്തൊക്കെ വന്നാലും അതിന് എന്തൊക്കെ ആയിക്കോട്ടെ, ലൈഫിൽ നീ ഇനി എന്തൊക്കെ നേരിടേണ്ടി വന്നാലും നിൻ്റെ കൂടെ ഈ ഏട്ടൻ കാണും. നിൻ്റെ ഈ വിഷമം പോലും നിൻ്റെത് മാത്രമല്ല, ഏട്ടൻ്റെയും കൂടെയാണ്. നീ പറഞ്ഞതാ ശരി. ശരിയല്ലാന്ന് തോന്നുന്നതൊന്നും ശരിയാക്കിയെടുക്കാൻ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ചിലത് എത്ര ശരിയാക്കാൻ നോക്കിയാലും അത് ശരിയാവത്തില്ല. എൻ്റെ മോൻ ഈ കരച്ചിലും പിഴിച്ചിലൊക്കെ മാറ്റിയിട്ട് ഹാപ്പിയായിട്ട് നടക്കാൻ നോക്കും. ഇവിടെയുള്ള ബാക്കിയുള്ളവർ കൂടി ഡൗട്ട് തോന്നിപ്പിക്കാതെ. 5-6 ദിവസമല്ലേ ഉള്ളൂ. ഇവിടെ ഉള്ളവരൊക്കെ ആയിട്ട് നല്ല അടുപ്പമല്ലേ. എല്ലാവരും കൂടെ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് തീർക്കാൻ നോക്കും. അങ്ങനെ പണ്ടത്തെ തൃശ്ശൂവാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെങ്കിലും അതെനിക്ക് അഭിനയിച്ചല്ലേ പറ്റൂ. ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ ഇല്ല. ഓക്കെയോ ഏട്ടാ, ഞാൻ വന്നുടഞ്ഞ ലണ്ടനിൽ പോവും. ഇവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ അന്നത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ എനിക്ക് വേണ്ടി ബുക്ക് ചെയ്യണം. ഒരു ദിവസം പോലും പിന്നെ വച്ച് താമസിപ്പിക്കരുത്. എനിക്കിവിടെ നിൽക്കാൻ വയ്യ കേട്ടോ. ഞാനൊട്ടും ഓക്കെ അല്ല. കുറച്ചാൾ കഴിഞ്ഞ് എൻ്റെ കോഴ്സൊക്കെ തീരുമ്പോൾ ഞാൻ തന്നെ വന്നോളാം. അന്നേരം ഞാനും ഒന്ന് ഓക്കെ ആവും. എന്ത് വേണോ ഏട്ടൻ ചെയ്തു തരും. നീ ഒന്ന് ഓക്കെ ആയി കണ്ടാൽ മാത്രം മതി എനിക്ക്. ആവശ്യമില്ലാത്ത ചപ്പും ചവറും ഒന്നും മനസ്സിൽ കയറ്റി വെക്കാണ്ട് എല്ലാം എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളാം. എന്നിട്ടൊന്ന് ഫ്രഷപ്പ് ആവാം. ഓക്കെ ആവാൻ നോക്കാം. ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം. നീ അവിടെ വന്നാൽ മതി. നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതൊക്കെ ചെയ്തു. എന്തിനും ഏട്ടൻ കാണും. ഹാപ്പി ആയിട്ടിരിക്കുക. ഓ ഷിറ്റ്. തൃശൂ, എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പല വിളവിയാണ് ഞാൻ നിൽക്കുന്നത്. നിൻ്റെ പ്രശ്നം എന്താ? നീ ഈ ഡ്രസ്സൊക്കെ വാരിക്കൊട്ടി ഇങ്ങോട്ട് പോവാ. അറ്റ്ലീസ്റ്റ് എന്താ കാര്യമെന്നെങ്കിലും പറ. രാവിലെ തൊട്ട് കാണാം അവൻ മോന്തയും കയറ്റി വെച്ചുകൊണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടാ തൃശൂ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഒരു റീസണുള്ളത് അത് പറഞ്ഞു തുളച്ചാലേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. തൃശൂ, എനിക്ക് നന്നായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല വിഷമാവുന്നുണ്ട്. അതാ ഇങ്ങനെയൊക്കെ എൻ്റെ പുറത്തോട്ട് വരുന്നത്. എനിക്കല്ലാണ്ട് നിന്ന് കുറയാനോ കാല് പിടിക്കാനോ ഒന്നും അറിയത്തില്ല. ഞാൻ മര്യാദയ്ക്ക് ചോദിക്കുന്നത്. നീ കാര്യം പറ. ഇകാശ്, നിന്ന് വിശദീകരിച്ച് കാര്യം പറയാൻ മാത്രം ഒന്നുമില്ല. ഈ ഡ്രസ്സ് സാധനങ്ങളൊക്കെ എടുക്കുന്നത് ഗസ്റ്റ് റൂമിലോട്ടാണ്. ഞാനത് യൂസ് ചെയ്തോട്ടേന്ന് അങ്കിളിനോട് ചോദിച്ചു. അങ്കിൾ ഓക്കെ പറഞ്ഞു. ഫൈൻ. ഈ റൂം ഷെയറിംഗ് ഒക്കെ ഇനി ആകെപ്പാടെ 5-6 ദിവസമേ ഉള്ളൂ. എനിക്ക് പറ്റത്തില്ല, ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറാം. രണ്ടാമത്തെ കാര്യം, നിന്നോട് എനിക്ക് എന്താ ഇഷ്യൂ എന്ന്? എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല. അത് തന്നെയാണ് എൻ്റെ പ്രശ്നം. എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല. അത് തന്നെയാണ് എൻ്റെ പ്രശ്നം. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ അതൊക്കെ കളഞ്ഞേക്ക്. അതൊക്കെ ചുമ്മാ ഇവിടെ നിൽക്കുമ്പോൾ ടൈം പോണ്ടേ, അതിന് പറഞ്ഞാന്നങ്ങ് വിചാരിച്ചാൽ മതി. അല്ലാണ്ട് അതും പറഞ്ഞ് എൻ്റെ പിറകെ ഇങ്ങനെ വരണ്ട. ഇങ്ങനെ എൻ്റെ പിറകെ വന്നാലും എനിക്ക് നിന്നോട് പറയാനോ സംസാരിക്കാനോ ഒന്നും തന്നെ ഇല്ല.
ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്. ആ പോടാ പോ. നീയായിട്ട് തന്നെ വരും, ഞാനായിട്ട് അങ്ങോട്ട് വരുമെന്ന് നീ വിചാരിക്കണ്ട. ഇവനിത് എന്തൊക്കെ പിച്ചുമ്പിയെ പറഞ്ഞിട്ട് പോകുന്നത്. എന്നാലും എന്ത് തേങ്ങ ഞാൻ ചെയ്തേ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. അവന് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് അവനങ്ങ് ഇറങ്ങിപ്പോയി. ഡേറ്റിനുണ്ടോ അതിന് ഇങ്ങനെ ബിഹേവ് ചെയ്യണോ? എന്തായാലും ഞാനായിട്ട് അങ്ങോട്ട് ചെല്ലത്തില്ല. ഇനി രാവിലെ തൊട്ട് പിറകെ നടക്കുക. ഒരു മനുഷ്യൻ തോരുന്നതിനൊക്കെ അതിരുണ്ട്. ദിവസങ്ങൾ 1ഉം 2ഉം കാത്തു നിൽക്കാതെ കടന്നുപോയി. നികാഷിൻ്റെ മനസ്സിൽ സംശയങ്ങൾ നിറഞ്ഞു വന്നു. അവൻ എന്താ ചെയ്തത്? ഇതിന് മാത്രം അവനോട് അകൽച്ച കാണിക്കാൻ തൃശൂലിനോട് അവൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തോന്ന് വരെ അവൻ ചിന്തിച്ചു പോയി. എന്നാൽ തൃശൂല് എത്രത്തോളം നികാഷിനെ വെറുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വാക്കുകളാലും പ്രവൃത്തികളാലും വെറുപ്പിച്ചുകൊണ്ടേയിരുന്നു.